अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ओम शांति। ഇന്ന് 27/5/2025 പ്രഭാതമുരളി. बाबा कहते हैं, मीठे बच्चे, तुम्हारा मुख अभी स्वर्ग की तरफ है। तुम नर्क से किनारा कर स्वर्ग की तरफ जा रहे हो, इसलिए बुद्धि का योग नर्क से निकाल दो. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ മുഖം ഇപ്പോൾ സ്വർഗത്തിന് നേരെയാണെന്ന് ബാബ പറയാം. നിങ്ങൾ നരകത്തിൽ നിന്നും അതായത് പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാം ബാബ. എന്നിട്ട് സ്വർഗത്തിന് നേരെ പോവുകയാണ്. അതുകൊണ്ട് ബുദ്ധി നമ്മൾ എങ്ങോട്ടായിരിക്കണം? സ്വർഗത്തിന് നേരെയായിരിക്കണം ബുദ്ധി. നരകത്തിൽ നിന്നും ബുദ്ധിയെ വിടുവിക്കൂ എന്ന് ബാബ പറയാം. ബാബ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, सबसे ऊंची और सूक्ष्म मंजिल कौन सी है, उसे पार कौन कर सकते हैं? അതായത് ബാബ ചോദിക്കുകയാണ്, ഏറ്റവും ഉയർന്നതും സൂക്ഷ്മവുമായിട്ടുള്ള ലക്ഷ്യം ഏതാണ്?
ആ ലക്ഷ്യത്തെ മറികടക്കാൻ ആർക്കാണ് കഴിയുക? അതായത് ഏറ്റവും ഉയർന്നതും സൂക്ഷ്മവുമായിട്ടുള്ള ലക്ഷ്യം ഏതാണ്, അതിനെ മറികടക്കാൻ ആർക്കാണ് കഴിയുക എന്നാണ് ബാബ ചോദ്യം ചോദിക്കുന്നത്. ഉത്തർ: തും ബच्चे स्वर्ग की तरफ मुख करते, माया तुम्हारा मुख नर्क की तरफ फेर देती है, अनेक तूफान लाती है, उन्हीं तूफान को पार करना യഹി ഹേ സൂക്ഷ്മ മനസ്സിൽ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിന് നേരെ മുഖം തിരിച്ചിരിക്കുകയാണ്. മായ എന്താ ചെയ്യുക? നിങ്ങളുടെ മുഖം നരകത്തിന് നേരെയാക്കി മാറ്റും. അതിനായിട്ട് വളരെയധികം കൊടുങ്കാറ്റുകളൊക്കെ കൊണ്ടുവരുമെന്ന് പറയാ ബാബ. ആ കൊടുങ്കാറ്റുകളെ മറികടക്കുക, ഇതാണ് സൂക്ഷ്മമായ ലക്ഷ്യം എന്ന് ബാബ പറയാം. ഇസി മൻസിൽ കോ പാർ കർണേ കെ ലിയേ നഷ്ടോ മോഹ ബന്ന പടേ. അപ്പം ബാബ പറയുന്നത് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്താൻ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ബാബ പറയുന്നത് നിങ്ങൾക്ക് നഷ്ടോ മോഹയായിട്ട് മാറേണ്ടതുണ്ട്. നിശ്ചയ് ഓർ ഹിമ്മത്ത് കെ ആധാർ പർ ഇസേ പാർ കർ സക്തേ ഹോ. അതായത് നിശ്ചയവും വേണം, ധൈര്യവും വേണം. അതിൻ്റെ ആധാരത്തിലൂടെയാണ് നിങ്ങൾക്കിതിനെ മറികടക്കാൻ കഴിയുക എന്ന് പറയാം. അതായത് ഒരുപാട് കൊടുങ്കാറ്റുകൾ മായ കൊണ്ടുവരും. നമ്മളെ സ്വർഗത്തിന് നേരെ മുഖം തിരിക്കുമ്പോൾ മായ എന്താ ചെയ്യുക? അത് നരകത്തിന് നേരെ തിരിപ്പിക്കും. അതിനായിട്ട് ഒരുപാട് കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. അപ്പം ബാബ പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണമെങ്കിൽ ബാബ പറയുന്നത് ആദ്യം എന്താ വേണ്ടത്? നഷ്ടോ മോഹയായി മാറണം. അതുപോലെ നിശ്ചയവും വേണം, ധൈര്യവും വേണം. അപ്പോഴാണ് ഇതിന് മറികടക്കാൻ സാധിക്കുക. എല്ലാ കൊടുങ്കാറ്റുകളെയും മറികടക്കാൻ അപ്പോഴാണ് സാധിക്കുക എന്ന് ബാബ പറയാം. വികാരിയോം കെ ബീച്ച് മേം രഹത്തെ നിർവികാരി ഹംസ് ബന്ന യഹി ഹേ മെഹനത്ത്. അപ്പം ബാബ പറയുന്നത് വികാരികളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടും നിർവികാരിയായ ഹംസമായിട്ട് മാറുക, ഇതിന് ഒരു പരിശ്രമം തന്നെയാണെന്ന് പറയാ ബാബ. ഇത് തന്നെയാണ് പരിശ്രമം. അപ്പം ബാബ എന്താ പറഞ്ഞത്? അതായത് നിങ്ങൾ കുട്ടികൾ സ്വർഗത്തിന് നേരെ മുഖം തിരിക്കുമ്പോൾ മായ എന്താ ചെയ്യുക? നമ്മളുടെ മുഖം നരകത്തിന് നേരെ തിരിക്കും. അതിനായിട്ടുള്ള അനേകം കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. ആ കൊടുങ്കാറ്റുകളെ മറികടക്കുക എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് പ്രാപ്തമാക്കണമെങ്കിൽ ബാബ എന്താ പറയുന്നത്? ഫസ്റ്റ് നമ്മൾ നഷ്ടോ മോഹയായി മാറണം. പിന്നെ നമുക്ക് ബാബയിലും ബാബ തരുന്ന ജ്ഞാനത്തിലും സ്വയത്തിലും എല്ലാത്തിലും നമുക്ക് നിശ്ചയം വേണം. നിശ്ചയവും വേണം, അതിൻ്റെ കൂടെ എന്ത് വേണം? ധൈര്യവും വേണം. അതിൻ്റെ ആധാരത്തിലാണ് നമ്മൾ ഈ എല്ലാ കൊടുങ്കാറ്റുകളെയും മറികടക്കുക എന്ന് ബാബ പറയാം. പിന്നെ ഏറ്റവും വലിയ പരിശ്രമം എന്താണ്? വികാരികളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടും നിർവികാരി ഹംസമായിട്ട് മാറുക, അത് തന്നെയാണ് പരിശ്രമം എന്ന് ബാബ പറയാം. ഗീത് നിർബൽ സെ ലഡായി ബലവാൻ കി. അതായത് നിർബലനോട് ബലവാന്റെ യുദ്ധം. ഇതാണ് ബാബന്ന് ഗീതം പറയുന്നത്. ഓം ശാന്തി. बच्चे जो सेंसिबल है वह अर्थ तो अच्छी रीति समझते हैं, जिनका बुद्धि योग शांति धाम और स्वर्ग तरफ है उन्हों को ही तूफान लगते हैं. ബാബ പറയുന്നത് കുട്ടികൾ, വളരെ വിവേകശാലികളായ കുട്ടികളുണ്ടല്ലോ, അവർ അർത്ഥം നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് പറയാം. ബാബ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും അർത്ഥം അവർ നല്ല രീതിയിൽ മനസ്സിലാക്കും. അതുപോലെ ബാബ പറയുന്നത് ആരുടെ ബുദ്ധിയോഗമാണോ ശാന്തിധാമം അതുപോലെ സുഖധാമം, അതായത് സ്വർഗം, അതിനു നേരെയുള്ളത് അവർക്കാണ് കൂടുതലും കൊടുങ്കാറ്റ് വരിക എന്ന് ബാബ പറയാം. ബാപ്പ് തോ അബി തുമാര മുഹ് ഫേർത്താ ഹെ. ബാബയാണെങ്കിലോ നിങ്ങളുടെ മുഖം ഇപ്പോൾ സ്വർഗത്തിന് നേരെ തിരിക്കുകയാണ്. അജ്ഞാന കാൽ മേ ബി പുരാനെ ഘർ സെ മുഹ് ഫിർ ജാത്താ ഹെ, ഫിർ നയേ ഘർ കോ യാദ് കർത്തെ രഹത്തെ ഹെ, കബ് തയ്യാർ ഹോ. അപ്പം ബാബ പറയുന്നത് അജ്ഞാന കാലത്തും, അതായത് നമുക്ക് ഈ ജ്ഞാനമില്ലാത്ത കാലത്തും ബാബ പറയുന്നത് പഴയ വീട്ടിൽ നിന്നും മുഖം തിരിക്കും, അതായത് പുതിയ വീടിന് നേരെ. ഇപ്പം പുതിയ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും നമ്മുടെ ബുദ്ധിയോഗം. നമ്മളെന്ത് ചിന്തിക്കും? ഇതെപ്പോഴാണ് തയ്യാറാവുക എന്ന ചിന്തയായിരിക്കും. അബി തും ബച്ചോം കോ ബി ധ്യാൻ മേ ഹേ കബ് ഹമാരെ സ്വർഗ കി സ്ഥാപന ഹോ
ഫിർ സുഗദാം മേം ആയേങ്കെ. ഇപ്പം നിങ്ങൾ കുട്ടികളുടെ ഓർമ്മയിൽ എന്താ ഉള്ളത്? അതായത് എപ്പോഴാണ് ഞങ്ങളുടെ ഈ സ്വർഗം സ്ഥാപനം ചെയ്യുക, അതിനുശേഷം ഞങ്ങൾ എപ്പോഴാണ് സുഖധാമത്തിലേക്ക് വരിക, ആ ഒരു ചിന്തയുണ്ട് കുട്ടികൾക്ക്. ഇസ് ദുഃഖധാം സേ തോ സബ്കോ ജാനാ ഹെ. ബാബ പറയുന്നത് ഈ ദുഃഖധാമത്തിൽ നിന്നും എല്ലാവർക്കും പോകേണ്ടതുണ്ട്. सारी सृष्टि के मनुष्य मात्रा को बाप समझाते रहते हैं, बच्चे अभी स्वर्ग के द्वार खुल रहे हैं. ബാബ പറയാണ്, മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യർക്ക് ബാബ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് കുട്ടികളെ ഇപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ബച്ചേ അഭി സ്വർഗക്കെ ദ്വാർ കുൽ രഹേ ഹേ. സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അബ് തുമാര ബുദ്ധിയോഗ് സ്വർഗ് തരഫ് ജാനാ ചാഹിയേ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ബുദ്ധിയോഗം എങ്ങോട്ട് പോകണം? സ്വർഗത്തിന് നേരെ പോകണമെന്ന് ബാബ പറയാം. हेवन में जाने वाले को कहा जाता है पवित्र, हेल में जाने वाले को അപവിത്ര कहा जाता है. ബാബ പറയുന്നത് സ്വർഗത്തിൽ പോകുന്നവരെ പറയുന്നതാണ് പവിത്രരെന്നും നരകത്തിലേക്ക് പോകുന്നവരെ എന്താ പറയാ? അപവിത്രരെന്നും പറയുന്നു എന്ന് ബാബ പറയാം. ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ ബി ബുദ്ധിയോഗ് ഹെവൻ തരഫ് ലഗാനാ ഹെ. ബാബ പറയുന്നത് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയോഗം എവിടേക്കായിരിക്കണം? സ്വർഗത്തിനു നേരെ ആയിരിക്കണമെന്ന് ബാബ പറയാം. സമജോ ബാപ്പ് കാ ബുദ്ധിയോഗ് ഹെവൻ തരഫ് ഓർ ബച്ചേ കാ ഹേൽ തരഫ് ഹേ തോ ദോനോം ഏക് ഘർ മേം രഹ് കൈസേ സക്തേ. ഇപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോൾ ഒരു വീട്ടില് അച്ഛന്റെ ബുദ്ധിയോഗം സ്വർഗത്തിന് നേരെയും കുട്ടിയുടെ നരകത്തിനു നേരെയുമാണെങ്കിൽ രണ്ടു പേരും കൂടി ഒരു വീട്ടില് എങ്ങനെ കഴിയുമെന്ന് ബാബ ചോദിക്കുക. ഹംസ് ഓർ ബഗുലെ ഇക്കട്ടെ രഹ്നാ സഖേ. അതായത് ഹംസവും അതുപോലെ കൊറ്റിയും ഒരുമിച്ച് ഇരിക്കുക സാധ്യമല്ല എന്ന് ബാബ പറയാം. ബഹുത്ത് മുഷ്കിൽ ഹെ, വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഉൻകാ ബുദ്ധിയോഗ് ഹേ ഹി പാഞ്ച് വികാരോം തരഫ്. ഈ കൊറ്റികളുടെ ബുദ്ധിയോഗം, അതായത് ഹംസമല്ലാത്തവരുടെ ബുദ്ധിയോഗം എവിടേക്കായിരിക്കും? 5 വികാരങ്ങളുടെ നേരെയായിരിക്കുമെന്ന് ബാബ പറയാം. വഹ് ഹേൽ തരഫ് ജാനേ വാലെ വഹ് ഹെവൻ തരഫ് ജാനേ വാലെ. അപ്പൊ അതായത് അച്ഛന്റെ ബുദ്ധിയോഗം സ്വർഗത്തിന് നേരെയാണെങ്കിൽ അച്ഛൻ സ്വർഗത്തിലേക്കായിരിക്കും മുഖം തിരിക്കുക. അതുപോലെ കുട്ടിയുടെ ബുദ്ധിയോഗം എവിടേക്കായിരിക്കും? നരകത്തിന് നേരെയായിരിക്കും. കാരണം നരകത്തിലേക്കാണല്ലോ പോകുന്നത്. 5 വികാരങ്ങളുടെ നേരെ പോകുമ്പോൾ അത് നരകത്തിലേക്കുള്ള പോക്കാണ്. അപ്പൊ അങ്ങനെയായിരിക്കുമെന്ന് ബാബ പറയാ. ദോനോം ഇക്കട്ടെ രഹ് നാ സകെ. 2 പേർക്കും ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് ബാബ പറയാം. ബഡി മൻസിൽ ഹെ, വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ബാപ്പ് ദേഖ്തേ ഹെ ഹമാരെ ബച്ചേ കാ മുഖ് ഹേൽ തരഫ് ഹെ, ഹേൽ തരഫ് ജാനെ ബിഗർ രഹ് നഹി സക്ത, ഫിർ ക്യാ കർണാ ചാഹിയേ. അതായത് അച്ഛൻ നോക്കുമ്പോൾ കുട്ടിയുടെ മുഖം എവിടേക്കാണ്? നരകത്തിന് നേരെയാണ്. ബാബ പറയുന്നത്, അതായത് കുട്ടിയുടെ മുഖം ഇങ്ങനെ നരകത്തിന് നേരെയാകുമ്പോൾ അവർക്ക് ഈ നരകത്തിന് നേരെ പോകാതിരിക്കാനേ സാധിക്കില്ല. അതായത് 5 വികാരങ്ങളിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ ബാബ ചോദിക്കുക, അപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? ജരൂർ ഗർമേം ജഗഡാ ചലേഗ. തീർച്ചയായിട്ടും അപ്പൊ ആ വീട്ടിൽ എന്തുണ്ടായിരിക്കും? വഴക്കൊക്കെ ഉണ്ടാകുമെന്ന് ബാബ പറയാം. കാരണം ഒരാൾ സ്വർഗത്തിന് നേരെയും ഒരാൾ നരകത്തിന് നേരെയാകുമ്പോൾ 2 പേരും കൂടി ഒരു വീട്ടിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ്? അവിടെ വഴക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കഹേങ്കെ യഹ് ബി കോയി ഗ്യാൻ ഹെ ബച്ച ഷാദി നാ കരേ ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ തോ ബഹുത്ത് ഹേന. അപ്പൊ ഇങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടാകും. അതായത് ഇതെന്താ ഇങ്ങനെയൊരു ജ്ഞാനം? അതായത് കുട്ടി വിവാഹമേ കഴിക്കാൻ പാടില്ല, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ എത്രയോ അധികം പേര് ജീവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. ബച്ചേ കാ മുഖ് ഹേൽ തരഫ് ഹേ വഹ് ചാഹത്തെ ഹേ നർഗമേ ജായേ. അതായത് കുട്ടിയുടെ മുഖം നരകത്തിന് നേരെയാണ്. ആ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? നരകത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ബാപ്പ് കഹത്തെ നർഗ തരഫ് ബുദ്ധിയോഗ് നാ രഖോ. അച്ഛൻ പറയും അപ്പൊ കുട്ടിയോട്, നരകത്തിനു നേരെ നീ ബുദ്ധിയോഗം വെക്കാതിരിക്കൂ എന്ന് കുട്ടിയോട് പറയും. പരന്തു ബാപ്പ് കാബി കഹന മാൻതേ നഹി. പക്ഷെ അച്ഛൻ എന്താണോ പറയുന്നത്
അത് കുട്ടി അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് ബാബ പറയാ. ഫിർ ക്യാ കർണാ പടേ, പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ബാബ ചോദിക്കുക. ഇസ്മേം ബഡി നഷ്ടോ മോഹ സ്ഥിതി ചാഹിയേ. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തില് നഷ്ടോ മോഹ എന്ന സ്ഥിതി തീർച്ചയായിട്ടും വേണമെന്ന് ബാബ പറയാം. യഹ് സാരാ ജ്ഞാൻ ആത്മാ മേഹേ, ഈ മുഴുവൻ ജ്ഞാനവും എവിടെയാണുള്ളത്? ആത്മാവിലാണുള്ളത്. ബാപ്പ് കി ആത്മാ कहती है इनको हमने क्रिएट किया है മേരാ कहना नहीं मानते हैं. അതായത് അച്ഛൻ്റെ ആത്മാവ് എന്താ പറയാ? ഞാനാണ് ഈ കുട്ടിയെ രചിച്ചതെന്ന് പറയും. പക്ഷേ രചിച്ചിട്ടും എന്താണ്? എൻ്റെ വാക്കുകൾ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയും. കോയി തോ ബ്രാഹ്മൺ ബി ബനേ ഹേ ഫിർ ബുദ്ധി ചലി ജാത്തി ഹേ ഹേൽ തരഫ്. ബാബ പറയുന്നത് ചില കുട്ടികളുണ്ട് ബ്രാഹ്മണനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും, പക്ഷെ പിന്നീട് ബുദ്ധി എവിടേക്ക് പോകും? നരകത്തിന് നേരെ, അതായത് വികാരങ്ങൾക്ക് നേരെ പോകും ബുദ്ധി. തോ വഹ് ജൈസെ ഏക് ദം രസാത്താൽ മേം ചലേ ജായേങ്കെ. ബാബ പറയുന്നത് അങ്ങനെയുള്ളവരോ, അതായത് പൂർണ്ണമായിട്ടും അവര് എന്താണ്? നരകത്തിലേക്ക് പോകും. അതാണ്, അതായത് വികാരത്തിലേക്ക് പോകും അങ്ങനെയുള്ളവര്. കാരണം ബാബയുടേതായി മാറി ബ്രാഹ്മണനായിട്ട് മാറിയിട്ടും ബുദ്ധി വീണ്ടും എവിടേക്കാണ് പോകുന്നത്? നരകത്തിന് നേരെ, അതായത് 5 വികാരങ്ങളുടെ നേരെ. അപ്പൊ ബാബ പറയുന്നത് അവര് തീർച്ചയായിട്ടും, അതായത് പൂർണ്ണമായിട്ടും അവര് അവികാരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിന് നേരെ പോകുമെന്ന് ബാബ പറയാം. ബച്ചോം കോ സംജായാ ഗയാ ഹേ യഹ് ഹേ ജ്ഞാൻ സാഗർ കി ദർബാർ. അതായത് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി തന്നോ, ഇത് ജ്ഞാനസാഗരന്റെ സദസ്സാണ്. ഭക്തി മാർഗ് മേം ഇന്ദ്ര കി ദർബാർ ബി ഗായി ജാതി ഹേ. പുഗ്രാജ് പരി, നിലം പരി, മാണിക് പരി ബഹുത് ഹി നാം രഖേ ഹുയേ ഹേ ക്യൂംകി ജ്ഞാൻ ഡാൻസ് കർത്തി ഹേന. അപ്പൊ ബാബ പറയുന്നത് ഭക്തി മാർഗത്തിലും ഇങ്ങനെ പറയും. അതായത് ഇന്ദ്രസഭ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് പാടപ്പെട്ടിട്ടുണ്ട് ഇന്ദ്രസഭ എന്ന്. അതിനെ പുഷ്യരാഗപരി എന്നും ഇന്ദ്രനീലപരി എന്നും മാണിക്യപരി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ഇന്ദ്രന്റെ സഭയ്ക്ക്. ഒരുപാട് പേരുകൾ വെച്ചിരിക്കുന്നു എന്ന് ബാബ പറയാ. എന്തുകൊണ്ടെന്നാൽ ബാബ പറയുന്നത് ജ്ഞാനത്തിന്റെ ഡാൻസ് ആണല്ലോ എന്ന് പറയാ ബാബ. കിസ്ം കിസ്ം കി പരിയാം ഹേ, അതായത് വെറൈറ്റി പല രീതിയിലുള്ള പരികളുണ്ട് എന്ന് ബാബ പറയാ. വഹ് ബി പവിത്ര ചാഹിയെ, അഗർ കോയി അപവിത്ര കോ ലേ ആയേ തോ ദണ്ഡ് പട് ജായേഗ. ബാബ പറയുന്നത് തീർച്ചയായിട്ടും പവിത്രമായിട്ടിരിക്കണം. ഇപ്പൊ ആരെങ്കിലും അപവിത്രരായിട്ടുള്ള ആരെയെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ബാബ പറയുന്നത് അതിനായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാം. അതായത് മധുബനിലേക്കാണ്. മധുബനിലേക്ക്, അതായത് അപവിത്രമായിട്ട് ജീവിക്കുന്ന ആരെയെങ്കിലും കൊണ്ടുവരാണെങ്കിൽ ആ കൊണ്ടുവന്ന ആൾക്കും കൂടി എന്ത് കിട്ടും? ശിക്ഷ കിട്ടുമെന്ന് ബാബ പറയാം. ഇസ്മേം ബഹുത്ത് ഹി പാവൻ ചാഹിയേ, ഇതിൽ വളരെയധികം പാവനമായിട്ട് ഇരിക്കേണ്ടതുണ്ടെന്ന് ബാബ പറയാ. യഹ് മൻസിൽ ബഹുത്ത് ഊഞ്ചി ഹേ ഇസ്ലിയെ ജാഡ് ജൽദി ജൽദി വൃദ്ധി കോ നഹി പാത്താ ഹേ. ബാബ പറയുന്നത് ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ബാബ പറയുന്നത് ഈ വൃക്ഷം പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. അത് വളരെ പതുക്കെ അഭിവൃദ്ധി പ്രാപിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാ? ലക്ഷ്യം വളരെ ഉയർന്നതാണ്. ബാപ്പ് ജോ ജ്ഞാൻ ദേത്തേ ഹേ ഉസേ കോയി ജാൻതേ നഹി. ബാബ പറയുന്നത്, അതായത് അച്ഛൻ ഏത് ജ്ഞാനമാണോ തന്നുകൊണ്ടിരിക്കുന്നത്, ബാബ ഏത് ജ്ഞാനമാണോ തന്നുകൊണ്ടിരിക്കുന്നത് അതിനെ വേറെ ആർക്കും തന്നെ അറിയുന്നില്ല എന്ന് ബാബ പറയാം. ശാസ്ത്രോ മേം ബി യഹ് ജ്ഞാൻ നഹി ഹേ ഇസ്ലിയെ തോടാ നിശ്ചയ ഹുവാ ഫിർ മായ ഏക് ഹി തപ്പഡ് സേ ഗിർ ദേത്തി ഹേ. ബാബ പറയുന്നത് ഈ പറയുന്ന ജ്ഞാനം ശാസ്ത്രങ്ങളിലുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് നിശ്ചയമൊക്കെ വരും. ആദ്യം ഈ ജ്ഞാനം കേൾക്കുമ്പോൾ കുറച്ച് നിശ്ചയം വരും. പിന്നീട് എന്ത് സംഭവിക്കും? മായയുടെ അടിയേറ്റ് താഴെ വീഴുന്ന പറയാം. കാരണം പിന്നെ നിശ്ചയം ഇല്ലാതാക്കാനുള്ള മായ പല രീതിയിലുള്ള ഓരോ കൊടുങ്കാറ്റുകൾ കൊണ്ടുവരും. അപ്പം എന്തുണ്ടാകുക? മായയുടെ അടിയേറ്റ് താഴെ വീഴുമെന്ന് ബാബ പറയാം. തൂഫാൻ ഹേന, ബാബ പറയുന്നത് കൊടുങ്കാറ്റല്ലേ എന്ന് ബാബ പറയാം. ചോട്ടാ സാ ദീവ ഉൻകോ തോ തൂഫാൻ ഏക് ഹി ദപ്പടേ സേ ഗിർ ദേത്തേ ഹേ. അതായത് ഒരു ചെറിയ ദീപത്തെ ഒറ്റയടിക്ക് മായ താഴേക്ക് വീഴ്ത്തുമെന്ന് ബാബ പറയാം.
दूसरों को विगार में गिरते देख ഖുദ് ഭി ഗിർ പഡ്തേ ഹെ. അതായത് ബാബ പറയുന്നത് മറ്റുള്ളവർ വികാരത്തിലേക്ക് വീഴുന്നത് കണ്ട് സ്വയവും വികാരത്തിലേക്ക് വീഴും. ഇസ്മേം തോ ബഡി ബുദ്ധി ചാഹിയെ സമജനേക്ക്. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ബുദ്ധി വേണം. ഓരോ കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി നല്ല ബുദ്ധി ആവശ്യമാണെന്ന് ബാബ പറയാം. ഗായാ ബി ഹുവാ ഹെ അബലാവോം പർ അത്യാചാർ ഹുയെ. അതായത് അബലകൾക്ക് മേൽ അത്യാചാരം ഉണ്ടാകുന്നുവെന്ന് പറയപ്പെട്ടിട്ടുണ്ടെന്ന് പറയാ ബാബ. ബാപ്പ് സംജാത്ത ഹെ ബച്ചേ കാം മഹാശത്രു ഹെ ഇസ്സേ തുമേം ബഹുത്ത് നഫ്രത്ത് ആനി ചാഹിയെ. ബാബ പറയുന്നത് ബാബ മനസ്സിലാക്കി തരാണ്, കുട്ടികളെ കാമം മഹാശത്രുവാണ്, ഇതിന് മുകളിൽ നിങ്ങൾ വിജയിക്കണം. അതായത് ഈ കാമം എന്ന ശത്രുവിന് മുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കണം. ഇതിന് മുകളിൽ നിങ്ങൾക്ക് വളരെയധികം വെറുപ്പ് വരണമെന്ന് ബാബ പറയാം. ബാബ ബഹുത്ത് നഫ്രത്ത് ദിലാത്തെ ഹെ അഭി ആകെ യഹ് ബാത്ത് നഹീ ദി. ഇപ്പോഴാണെങ്കിലോ ബാബ ഇതിനു മേല് വളരെയധികം വെറുപ്പുണ്ടാക്കുകയാണ്. മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബാബ പറയാ. ഹേൽത്തോ അബി ഹേന. ഇപ്പോഴാണല്ലോ ഇത് നരകമായി മാറിയത്. അത്രയ്ക്കും, അതായത് ബാബ പറയുന്നത് കലിയുഗം അവസാനമാണല്ലോ, അപ്പൊ അത്രയും നരകമായ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത് മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇത് ഇത്രയും നരകമായിട്ട് മാറിയിരിക്കുന്നതെന്ന് ബാബ പറയാം. ദ്രൗപദീനെ പുക്കാരാ ഹേ യഹ് അബീക്കി ഹി ബാത്ത് ഹേ. അതായത് ദ്രൗപദിയും വിളിച്ചിട്ടുണ്ടല്ലോ, കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ബാബ പറയുന്നത് അത് ഇപ്പോഴത്തെ കാര്യമാണെന്ന് പറയാ ബാബ. അതിനെയാണ് പിന്നീട് ശാസ്ത്രങ്ങളിലൊക്കെ എഴുതിയത്. കിത്തന അച്ചി രീതി സംജായ ജാത്താ ഹേ. ബാബ പറയുന്നത് എത്ര നല്ല രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഫിർബി ബുദ്ധിമേ ബൈഠാ നഹി. എന്നിട്ടും നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നില്ല എന്ന് ബാബ പറയാ. ബാബ ഇപ്പൊ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക്, പക്ഷെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല എന്ന് ബാബ പറയാം. യഹ് ഗോലെ കാ ചിത്ര ബഹുത് അച്ഛാ ഹെ ഗേറ്റ് വേ ടു ഹെവൻ. ബാബ പറയുന്നത് ഈ സൃഷ്ടിചക്രത്തിന്റെ ചിത്രം വളരെ നല്ലതാണെന്ന് പറയാം, അതായത് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഇസ് ഗോലെ കെ ചിത്ര സേ ബഹുത് അച്ചി രീതി സമജ് സകേംഗെ. ബാബ പറയുന്നത് ഈ സൃഷ്ടിചക്രത്തിന്റെ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ബാബ പറയാം. സി ഡി സേ ബി ഇത്തന നഹി ജിത്തന ഇൻസേ സമജേംഗെ. അതായത് ഇപ്പൊ ഏണിപ്പടിയുടെ ചിത്രമുണ്ട് അല്ലേ ബാബ, നമ്മൾക്ക് ഒരുപാട് ചിത്രങ്ങളുണ്ട്. സൃഷ്ടിചക്രത്തിന്റെ, ഏണിപ്പടിയുടെ, കൽപ്പവൃക്ഷത്തിന്റെ ഒക്കെ ചിത്രമുണ്ട്. അതിൽ ബാബ എപ്പോഴും പറയുന്ന ചിത്രത്തിന്റെ എന്ന് പറയുന്നത് സൃഷ്ടിചക്രത്തിന്റെയാണ്. ബാബ പറയുന്നത് വളരെ നല്ല ചിത്രമാണ്. പക്ഷെ സി ഡിയുടെ ചിത്രം അത് നിങ്ങൾക്ക് ഇത്രയ്ക്കും അധികം മനസ്സിലാവില്ല. എത്രത്തോളമാണോ നിങ്ങൾ സൃഷ്ടിചക്രത്തിന്റെ ചിത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്, അത്രയ്ക്കും സി ഡിയുടെ ചിത്രം, അതായത് ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാം. ദിൻ പ്രതിദിൻ കറക്ഷൻ ബി ഹോത്തി ജാതി ഹെ. അതായത് ദിവസം തോറും അതിൽ കറക്ഷൻ, ആ ചിത്രത്തിൽ ഇങ്ങനെ കറക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാ ബാബ. ബാപ്പ് കഹത്തെ ഹെ ആജ് തുംകോ ബിൽകുൽ ഹി നയ ഡയറക്ഷൻ ദേത്താഹും. അപ്പൊ ബാബ പറയാണ് ഇന്ന് നിങ്ങൾക്ക് തികച്ചും പുതിയ ഡയറക്ഷനാണ് തരുന്നത്. പഹലേസെ തോടെ ഹി സബ് ഡയറക്ഷൻ മിൽത്തേ ഹെ. ബാബ പറയുന്നത് ആദ്യം നിങ്ങൾക്ക് മുഴുവൻ ഡയറക്ഷൻ ഒന്നും തരില്ല അല്ലെ, ഒറ്റയടിക്ക് ഒരുമിച്ച് ഡയറക്ഷൻ ബാബ കൊടുക്കില്ല, പതുക്കെ പതുക്കെയാണ് ബാബ കൊടുക്കുക. യഹ് കൈസി ദുനിയാ ഹേ ഇസ്മേം കിത്ന ദുഃഖ് ഹേ. ബാബ പറയാണ് ഇത് എങ്ങനെയുള്ള ലോകമാണ്, ഈ ലോകത്തിൽ എത്രമാത്രം ദുഃഖമാണെന്ന് ബാബ പറയാ. കിത്ന ബച്ചോ മേം മോഹരത്താഹെ. അതായത് കുട്ടികളുടെ മേല് വളരെയധികം മോഹം വെക്കും, അതായത് മാതാപിതാക്കൾ. ബച്ച മർ ജാത്താ ഹേ തോ എക്ദം ദീവാനെ ഹോ ജാത്തെ അതാഖ് ദുഃഖ് ഹേ. അപ്പൊ ബാബ പറയുന്നത് കുട്ടികളുടെ മേലെ ഈ എന്താണ് മാതാപിതാക്കൾ വളരെയധികം മോഹം വെക്കും. ഇനി അഥവാ കുട്ടി മരിച്ചു പോയാലോ, അതായത് ബാബ പറയുന്നത് അത്രയ്ക്കും അവർക്ക് വിഭ്രാന്തിയായിട്ട് മാറും. അതായത് മനസ്സിന്റെ നില തന്നെ തെറ്റുന്ന രീതിയിൽ അത്രയ്ക്കും വിഭ്രാന്തിയായിട്ട് മാറി അത്യധികം ദുഃഖത്തിലിരിക്കുമെന്ന് പറയാ ബാബ. എസേ നെഹി കി സാഹുഹാർ ഹേ തോ സുഖി ഹേ. ബാബ പറയുന്നത് ഇങ്ങനെയില്ല, ഇപ്പൊ സമ്പത്തുള്ള ഒരാളാണ്, സമ്പന്നനാണ്, അങ്ങനെയാണെങ്കിൽ ദുഃഖമില്ല. അതായത് അങ്ങനെയില്ല, അതായത് അവര് സുഖികളാണ്. ബാബ പറയില്ലേ സമ്പന്നരാണ്, അങ്ങനെയാണെങ്കിൽ അവര് സുഖികളാണ്, പക്ഷെ അങ്ങനെ പറയില്ല എന്ന് പറയാ ബാബ.
അനേക് പ്രകാർ കി ബീമാരിയാം ലഗി രഹത്തി ഹെ. അതായത് പല രീതിയിലുള്ള അസുഖങ്ങൾ രോഗങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയാ ബാബ. ഫിർ ഹോസ്പിറ്റൽ മേ പടേ രഹത്തെ ഹെ. പിന്നെ അവർ ഹോസ്പിറ്റലിലാകും. അതായത് സമ്പന്നനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് അസുഖങ്ങളൊക്കെ വരുമല്ലോ, അപ്പൊ പിന്നെ എന്തുണ്ടായിരിക്കും? ഹോസ്പിറ്റലിലായിരിക്കും. ഗരീബ് ജനറൽ വാർഡ് മേ പടേ രഹേ ഹെ. സാഹുക്കാർക്കോ അലഗ് സ്പെഷ്യൽ റൂം മിൽ ജാത്താ ഹെ. ബാബ പറയുന്നത് ഇപ്പൊ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ജനറൽ വാർഡിലായിരിക്കും അവരെ അഡ്മിറ്റ് ആക്കുക. പക്ഷെ സമ്പന്നൻ, അതായത് സമ്പത്തുള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിലോ അവർക്ക് സ്പെഷ്യൽ റൂമൊക്കെ കിട്ടുമെന്ന് ബാബ പറയാ. പരന്തു ദുഃഖ് തോ ജൈസാ സാഹുക്കാർക്കോ വൈസാ ഗരീബ് കോ ഹോത്താ ഹെ. അപ്പൊ ബാബ പറയുന്നത് പക്ഷെ ദുഃഖം നോക്കുമ്പോഴോ, ഇപ്പൊ എങ്ങനെയാണോ ഒരു സമ്പത്തുള്ള ഒരാൾക്ക് ദുഃഖം, അതുപോലെ തന്നെയാണ് ദരിദ്രനായ ഒരാൾക്കും ദുഃഖം. ദുഃഖം രണ്ടുപേർക്കും സെയിം ആണ്. പക്ഷെ ബാബ പറയുന്ന ഡിഫറൻസ് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഒരു ജനറൽ വാർഡായിരിക്കും ലഭിക്കുക, പക്ഷെ സമ്പന്നർക്ക് എന്തായിരിക്കും? സ്പെഷ്യൽ റൂമൊക്കെ ലഭിക്കും എന്ന് പറയാം. പക്ഷെ ദുഃഖം സെയിം ആണ് രണ്ടുപേർക്കും. സിർഫ് ഉൻകോ ജഗഹ് അച്ചി മിൽത്തി ഹെ. കേവലം വ്യത്യാസം എന്താണ് പറയുന്നത്? അവർക്ക് കുറച്ച് നല്ല സ്ഥലം ലഭിക്കും. സംഭാൽ അച്ചി ഹോത്തി ഹെ. കുറച്ച് നല്ല സംരക്ഷണവും ലഭിക്കും അല്ലെ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ റൂമും സ്പെഷ്യൽ ആയിട്ടുള്ള കെയറിംഗ് ഒക്കെ ലഭിക്കുമല്ലോ. അതാണ് ബാബ പറയുന്നത്. അബി തും ബച്ചേ ജാൻതേ ഹോ ഹംകോ ബാപ്പ് പഠാ രഹാ ഹെ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് അറിയുന്നുണ്ട്, നമ്മൾ കുട്ടികളെ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാപ്പിനെ അനേക് ബാർ പഠായാ ഹെ. ബാബയാണെങ്കിലോ പല തവണ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്നി ദിൽ സെ പൂച്ച്നാ ചാഹിയേ ഹം പഠ്തേ ഹേ വാ നഹി. അപ്പൊ നിങ്ങൾ സ്വന്തം ഹൃദയത്തോട് ചോദിക്കണമെന്ന് ബാബ പറയാ. അതായത് നമ്മൾ പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? കാരണം ബാബ നമ്മളെ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സ്വയം ഹൃദയത്തോട് ചോദിക്കണം, ഞാൻ പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? കിത്തനെ കോ പഠാത്തേ ഹേ. അത് എത്രയാ ബാബ പഠിപ്പിക്കുന്നത്? അഗർ പഠായേങ്കെ നഹി തോ ക്യാ പദ് മിലേഗ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ സ്വയത്തോട് ചോദിക്കണം, നിങ്ങൾ സ്വയം പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? അതുപോലെ എത്ര പേരെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്? അഥവാ നിങ്ങൾ ആരെയും പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പദവിയാണ് ലഭിക്കുക എന്ന് ബാബ ചോദിക്കാം. रोज रात को अपना चार्ट देखो, आज किसको दुख तो नहीं दिया. ബാബ പറയാണ്, ദിവസവും നിങ്ങൾ രാത്രി നിങ്ങളുടെ ചാർട്ട് പരിശോധിക്കൂ. അതായത് ഇന്ന് ഞാൻ ആർക്കും ദുഃഖം കൊടുത്തില്ലല്ലോ. ശ്രീമത്ത് कहती है कोई को दुख ना दो और सबको रास्ता बताओ. ബാബയുടെ ശ്രീമത് എന്താ പറയുന്നത്? നിങ്ങൾ ആർക്കും ദുഃഖം കൊടുക്കരുത്, അതുപോലെ എല്ലാവർക്കും നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കൂ അല്ലെ. ബാബയുടെ പരിചയം കൊടുക്കുക, ബാബയുടെ ജ്ഞാനം കൊടുക്കുക. അതായത് എല്ലാവർക്കും ആ സ്വർഗത്തിലേക്കുള്ള വഴി, മുക്തിധാമത്തിലേക്കുള്ള വഴി, ജീവൻ മുക്തിധാമത്തിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കൂ. ആർക്കും നിങ്ങൾ ദുഃഖം കൊടുക്കരുത് എന്ന് പറയാം. അതായത് ബാബയുടെ ശ്രീമതമാണത്. ജോ ഹമാര ബാത്തി ഹോഗ ഉൻകോ ജഡ് ടച്ച് ഹോഗ. അപ്പൊ ബാബ പറയുന്നത്, ഇത് കേൾക്കുമ്പോൾ ആരാണോ നമ്മളുടെ കുലത്തിലേ ഉള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ അത് ടച്ച് ആകുന്ന ബാബ പറയാം. ഇസ്മേം ബർത്തൻ ചാഹിയെ സോനേക്ക ജിസ്മേം അമൃത് ടഹരെ. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തില് സ്വർണത്തിന്റെ പാത്രം തന്നെ വേണം, അതിലെ അമൃതിരിക്കൂ അല്ലെ. ബാബ തരുന്ന ജ്ഞാനം അമൃതാണ്. അത് നമ്മൾക്ക് ബുദ്ധിയിലിരിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അത്രയ്ക്കും ശുദ്ധമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതിനാണ് ബാബ പറയുന്നത് സ്വർണത്തിന്റെ പാത്രം വേണം അമൃതിനിരിക്കാൻ. അതാണ് അത് ബാബ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാണ്. നമ്മുടെ ബുദ്ധി അത്രയ്ക്കും ക്ലിയർ ആയിരിക്കുമ്പോഴാണ് ബാബ പറയുന്ന ഓരോ കാര്യവും നമ്മുടെ ബുദ്ധിയിലിരിക്കുക, അല്ലെങ്കിൽ ബുദ്ധിയിലിരിക്കില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഈ അമൃതിരിക്കണമെങ്കിൽ അതിന് സ്വർണത്തിന്റെ പാത്രം വേണം. ജൈസെ കഹത്തെ ഹേന ഷേർണി കെ ദൂദ് കെ ലിയേ സോനെ കാ ബർത്തൻ ചാഹിയേ ക്യൂംകി ഉസ്കാ ദൂദ് ബഹുത് ഭാരി താക്കത്ത് വാല ഹോത്താ ഹേ. അതായത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, അതായത് സിംഹിണിയുടെ പാല് ഇരിക്കണമെങ്കിൽ അതിന് സ്വർണത്തിന്റെ പാത്രം തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ ആ സിംഹിണിയുടെ പാലെന്ന് പറയുന്നത് വളരെ തീക്ഷ്ണമാണ്, വളരെ ശക്തമാണെന്ന് പറയാം. അപ്പൊ അതിരിക്കണമെങ്കിൽ
സ്വർണത്തിൻ്റെ പാല് തന്നെ വേണമെന്ന് പറയാം. അതായത് ബാബ ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. കാരണം ജ്ഞാനസാഗരനായ ബാബ തരുന്ന ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലിരിക്കണമെങ്കിൽ ബുദ്ധി അത്രയ്ക്കും ശുദ്ധമായിരിക്കണം, എങ്കിലേ നമ്മൾക്കിത് ബുദ്ധിയിലിരിക്കുള്ളൂ. അതാണ് ബാബ പറയുന്നത്. ഉൻക ബച്ചോമേ മോഹ രഹ്താ ഹേ. സിംഹത്തിനും അതിൻ്റെ കുട്ടികളോട് മോഹമാണെന്ന് പറയാം ബാബ. കോയി കോ ദേക്കാത്തോ എക്ദം ഉച്ചൽ പടേഗി സമജേഗി ബച്ചേക്കോ മാർനാ ഡാലേ. അതായത് ആരെങ്കിലും അവർക്ക് നേരെ നോക്കുകയാണെങ്കിൽ, കുട്ടികളോട് മോഹമാണ്, അപ്പൊ കുട്ടികളുടെ നേരെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അത് കുതിച്ചു ചാടുന്ന് പറയാം സിംഹം. കാരണം സിംഹം എന്താ മനസ്സിലാക്കുന്നത്? തൻ്റെ കുട്ടിയെ ആരും കൊല്ലാൻ പാടില്ല, അതാണ് മനസ്സിലാക്കുന്നത്. കാരണം മോഹമാണ് അവിടെ. യഹാം ബി ബഹുത്ത് ഹേ ജിൻകാ പതി ബച്ചോം ആദിമേ മോഹ രഹ്താ ഹേ. ബാബ പറയുന്നത് ഇവിടെയും ഒരുപാട് പേരുണ്ട്, അവർക്കും ഇതുപോലെ പതിയോടും കുട്ടികളോടും ഒക്കെ വളരെയധികം മോഹമാണെന്ന് പറയാ ബാബ. അബി തും ബച്ചെ ജാൻതേ ഹോ സ്വർഗ കാ ഗേറ്റ് കുൽത്താ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് സ്വർഗത്തിന്റെ ഗേറ്റ് തുറക്കുകയാണ്. കൃഷ്ണക്കെ ചിത്രമേ ബഡാ ക്ലിയർ ലിഖാ ഹുവാ ഹേ. കൃഷ്ണന്റെ ചിത്രത്തില് വളരെ ക്ലിയർ ആയിട്ട് അത് എഴുതിയിട്ടുണ്ടെന്ന് ബാബ പറയാം. ഇസ് ലഡായി കെ ബാദ് സ്വർഗ കെ ഗേറ്റ്സ് കുൽത്തേ ഹേ. ഈ യുദ്ധത്തിന് ശേഷമാണ് സ്വർഗത്തിന്റെ വാതിലെല്ലാം തുറക്കുന്നതെന്ന് ബാബ പറയാം. വഹാം ബഹുത്ത് തോടെ മനുഷ്യ ഹോത്തേ ഹേ. സ്വർഗത്തില് വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ബാബ പറയാം. ബാക്കി സബ് മുക്തിധാമേം ചലേ ജാത്തേ ഹേ. ബാക്കി എല്ലാവരും എവിടേക്ക് പോകും? മുക്തിധാമത്തിലേക്ക് പോകും. സ്വർഗത്തിലേക്ക് വളരെ കുറച്ച് പേരെ വരുള്ളൂ, ബാക്കി എല്ലാ ആത്മാക്കളും എവിടെ ഇരിക്കും? മുക്തിധാമത്തിലിരിക്കും. സജായെ ബഹുത്ത് ഖാനി പടുത്തി ഹേ. അതായത് ഒരുപാട് ശിക്ഷകളെല്ലാം അനുഭവിക്കേണ്ടി വരും. ജോ ബി പാപ കർമ്മ കിയേ ഹേ ഏക് ഏക് ജന്മ കാ സാക്ഷാത്കാർ കരാത്തെ സജായേം കാത്തേ രഹേങ്കെ. ബാബ പറയുന്നത് നിങ്ങൾ ഏതെല്ലാം പാപകർമ്മങ്ങളാണോ ചെയ്തിട്ടുള്ളത് അത് ഓരോ ജന്മത്തിലെയും നിങ്ങൾ ഏതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഓരോ ജന്മത്തിൻ്റെയും സാക്ഷാത്കാരം നിങ്ങൾക്ക് കാണിക്കും. പിന്നീടാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുക? ശിക്ഷ ലഭിക്കുക എന്ന് ബാബ പറയാം. ഫിർ പായി പൈസേക്ക പദ് പാലേങ്കെ. പിന്നീട് വളരെ കുറഞ്ഞ പദവി നേടുന്ന ബാബ പറയാം. യാദ് മേം നാ രഹനെ കെ കാരൺ വികർമ്മ വിനാശ് നെഹി ഹോത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഓർമ്മയിലിരിക്കാത്തതിനാല് ബാബ പറയുന്നത് എന്താണ്? വികർമ്മം വിനാശമാകുന്നില്ല. അപ്പൊ ബാബയുടെ ഓർമ്മയാണ് നമ്മൾക്ക് വികർമ്മം വിനാശമാക്കുന്നത്. അപ്പൊ ഓർമ്മയിലിരിക്കാത്തത് കൊണ്ട് ബാബ പറയുന്നത് വികർമ്മം വിനാശമാകുന്നില്ല. കൈ ബച്ചേ ഹേ ജോ മുരളി ബി മിസ് കർ ലേത്തേ ഹേ. അതായത് ചില കുട്ടികളുണ്ട് മുരളിയെല്ലാം മിസ് ചെയ്യുന്ന പറയാ ബാബ. ബഹുത്ത് ബച്ചേ ഇസ്മേം ലാ പർവാഹ് രഹത്തേ ഹേ. ബാബ പറയുന്നത് കുറേ കുട്ടികളുണ്ട് ഇതില് മുരളിയെ പറ്റിയിട്ട് ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയാ ബാബ. സമജ്തേ ഹേ ഹംനെ നെഹി പഠി തോ ക്യാ ഹുവ. അതായത് അവരിങ്ങനെ മനസ്സിലാക്കും, ഞങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണ്, അങ്ങനെ മനസ്സിലാക്കും. ബാബ പറയാ ഹം തോ പാർ ഹോ ഗയേ ഹേ. അതായത് ഞങ്ങൾ അക്കരെ കടന്നു കഴിഞ്ഞു. അതായത് ചില കുട്ടികളാണ് ഇങ്ങനെയാണ്, അതായത് ഞങ്ങൾ അക്കരെ കടന്നു കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ എന്തിനാണ് മുരളി പഠിക്കുന്നത്, അങ്ങനെയും ചിന്തിക്കുന്നു പറയാ ബാബ. മുരളിക്ക് പർവാഹ് നെഹി കർത്തേ ഹേ. അതായത് മുരളിയെ പറ്റിയിട്ട് ചിന്തയേ ഇല്ല എന്ന് പറയാ ബാബ. ऐसे देह अभिमानी बहुत है वह अपना ही നുക്സാൻ കർത്തേ ഹേ. അപ്പം ബാബ പറയുന്നത് ഇതുപോലെയുള്ള ദേഹ അഭിമാനി കുട്ടികൾ ധാരാളമുണ്ട്. അവര് സ്വയത്തിൻ്റെ തന്നെ നാശം ഉണ്ടാക്കുകയാണ്, നഷ്ടം ഉണ്ടാക്കുകയാണെന്ന് ബാബ പറയാം. ബാബ ജാൻതേ ഹേ ഇസ്ലിയേ യഹാം ജബ് ആത്തേ ഹേ തോ ബി പൂച്ഛതേ ഹേ ബഹുത്ത് മുരളിയാം നെഹി പടി ഹോങ്കി. അപ്പൊ ബാബ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളൊക്കെ വരുമ്പോൾ ചോദിക്കും, മുരളിയെല്ലാം പഠിച്ചോ, അതോ മുരളി പഠിക്കുന്നില്ലേ, അതൊക്കെ ചോദിക്കും ബാബ. പത്താ നെഹി ഉന്മേം കോയി അച്ചി പോയിന്റ്സ് ഹോ. അതായത് ആ മുരളിയിൽ നല്ല നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നുവെന്ന് പോലും അവർക്ക് അറിയുന്നില്ല എന്ന് പറയാ ബാബ. കാരണം മുരളിയിൽ അവർ ശ്രദ്ധ കൊടുക്കുന്നില്ല. പോയിന്റ്സ് തോ റോസ് നിക്കൽത്തി ഹേന. അതായത് ദിവസവും നല്ല നല്ല പോയിന്റ്സ് ബാബ നമുക്ക് തരുന്നുണ്ട്.
ऐसे भी बहुत സെന്റേഴ്സ് पर आते हैं. ബാബ പറയുന്നത് ഇങ്ങനെയും ഒരുപാട് പേര് സെന്ററിൽ വരുന്നുണ്ട്. അതായത് മുരളിയുടെ മേൽ അവര് തീരെ ശ്രദ്ധ കൊടുക്കില്ല. അതാ ബാബ പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികളും സെന്റേഴ്സിൽ വരുന്നുണ്ട്. പരന്തു ധാരണ കുച്ച് നെഹി ജ്ഞാൻ നെഹി, അതായത് ധാരണയും ഉണ്ടായിരിക്കില്ല ജ്ഞാനവും ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. ശ്രീമത്ത് പർ നെഹി ചലേങ്കെ തോ പദ് തോടെ ഹി മിലേഗ. ബാബ പറയുന്നത് ശ്രീമതത്തിലൂടെ നിങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പദവിയും ലഭിക്കില്ല എന്ന് ബാബ പറയാം. സത്ത് ബാപ്പ് സത്ത് ടീച്ചർ കി ഗ്ലാനി കരാനെ സെ കബി ടേർ പാ നാ സകേ. ബാബ പറയുന്നത് സത്യമായ അച്ഛൻ, സത്യമായ ടീച്ചറിന്റെ ഗ്ലാനി നിങ്ങൾ ചെയ്യുന്നതിലൂടെ, ബാബ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല, ഉന്നതി ലഭിക്കില്ല എന്ന് പറയാ ബാബ. പരന്തു സബുത്തോ രാജായെ നെഹി ബനേങ്കെ. പക്ഷെ ബാബ പറയുന്നത് അതുമാത്രല്ല, ഇപ്പൊ എല്ലാവരും രാജാവുമാകില്ല അല്ലെ. ഇപ്പൊ എല്ലാം ബാബ പറയുന്ന ശ്രീമതത്തിലൂടെ നടക്കുന്നവരാണ് രാജാക്കന്മാരാവാ. പക്ഷെ എല്ലാവരും നടക്കില്ല. കാരണം എന്താ ബാബ പറയുന്നത്, എല്ലാവരും രാജാവുമാകാൻ സാധിക്കില്ല. കാരണം രാജധാനി സ്ഥാപിക്കുമ്പോൾ രാജാവ്, പ്രജ, ദാസദാസി എല്ലാവരും വേണമല്ലോ. അതാ ബാബ പറയുന്നത് എല്ലാവരും രാജാവുമാകുന്നില്ല. പ്രജാബി ബൻതി ഹെ, പ്രജയുമായി മാറുന്നുണ്ട്. നമ്പർ വാർ മർത്തബേ ഹോത്തേ ഹേന, അതായത് പദവി നമ്പർ വാർ ആണല്ലോ, പല പല പദവി ഉണ്ടല്ലോ എന്ന് ബാബ പറയാ. സാരാ മദാർ യാദ് പർ ഹെ ജിസ് പാപ്പ് സെ വിശ്വക രാജ്യ മിൽത്താ ഹെ. ബാബ പറയുന്നത് ഏത് ബാബയിലൂടെയാണോ നിങ്ങൾക്ക് വിശ്വത്തിന്റെ രാജ്യപദവി ലഭിക്കുന്നത്, ആ ബാബയെ ഓർമ്മിക്കണം. ആ ബാബയുടെ ഓർമ്മയിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന് പറയാം. എല്ലാത്തിൻ്റെയും ആധാരം ആ ഓർമ്മയിലാണ് എന്ന് ബാബ പറയാ. ഉൻകോ യാദ് നെഹി കർ സക്തെ. ബാബയെ പക്ഷെ ഓർമ്മിക്കുന്നില്ല കുട്ടികള്. തക്ദീർ മേം ഹി നെഹി ഹേ തോ ഫിർ തദ്ബീർ ബി ക്യാ കരേങ്കെ. ബാബ പറയുന്നത് ഭാഗ്യത്തിലേ ഇല്ല എങ്കിൽ പിന്നെ ഈശ്വരൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ബാബ പറയാം. ബാപ് തോ കഹത്തെ ഹേ യാദ് കി യാത്ര സേ ഹി പാപ് ഭസ്മ ഹോങ്കെ തോ പുരുഷാർത്ഥ് കർണ ചാഹിയേന. അപ്പൊ ബാബ പറയുന്നത് ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് പാപം ഭസ്മമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യേണ്ടേ എന്ന് ബാബ ചോദിക്കാം. ബാബ കോയി ऐसे भी नहीं कहते कि खाना पीना नहीं खाओ. അതായത് ബാബ ഇങ്ങനെയൊന്നും പറയുന്നില്ല, നിങ്ങൾ കഴിക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ബാബ പറയുന്നില്ല. യഹ് കോയി ഹടയോഗ് നഹി ഹേ. ബാബ പറയുന്നത് ഇത് അങ്ങനെ ഹടയോഗമൊന്നുമല്ല എന്ന് പറയാം. ചലത്തെ ഫിർത്തെ സബ് കാം കർത്തെ ജൈസെ ആഷിക് മാഷുക് കോ യാദ് കർത്തെ ഹേ ഏസെ യാദ് മേ രഹോ. ബാബ പറയുന്നത് വളരെ സഹജമായിട്ടാണ് ബാബ പറയുന്നത്. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാം ജോലികൾ ചെയ്തുകൊണ്ടും എങ്ങനെയാണോ ഒരു പ്രിയതമ തൻ്റെ പ്രിയതമനെ ഓർമ്മിക്കുന്നത് അതുപോലെ നിങ്ങൾ ഓർമ്മിക്കൂ എന്ന് പറയാം. അല്ലാതെ ബാബ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തരുന്നില്ല അല്ലേ. നമ്മൾ കഴിക്കരുത്, കുടിക്കരുത്, വ്രതമെടുക്കണം, ഉപവാസം, അതൊന്നും ബാബ പറയുന്നില്ല. ബാബ എന്താ പറയുന്നത്, നിങ്ങൾ കഴിക്കും, കുടിക്കും, കറങ്ങിക്കോളൂ, ചുറ്റിക്കറങ്ങിക്കോളൂ, എല്ലാ ജോലികളും ചെയ്തോളൂ. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു പ്രിയതമ എങ്ങനെയാണോ തൻ്റെ പ്രിയതമനെ ഓർമ്മിക്കുന്നത് അതുപോലെ ഓർമ്മിക്കാനാണ് പറയുന്നത്. जैसे आशिक माशुक को याद करते हैं ऐसा याद में रहो. उनों का नाम रूप का प्यार होता है. നാമരൂപത്തിലുള്ള സ്നേഹമാണ് അവരുടേതെന്ന് പറയാ ബാബ. യഹ് ലക്ഷ്മി നാരായൺ വിശ്വക്കെ മാലിക് കൈസെ ബനെ. ബാബ പറയാണ് ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരിയായിട്ട് എങ്ങനെ മാറി. കിസ്കോ ബി പതാ നഹി ഹെ. ഇതാർക്കും അറിയില്ല എന്ന് ബാബ പറയാം. തുംകോ കഹത്തെ ഹോ കൽ കി ബാത്ത് ഹെ യഹ് രാജ്യ കർത്തേ ദേ. മനുഷ്യത്തോ ലാക്കോ വർഷ കഹ് ദേത്തെ ഹെ. അപ്പൊ ബാബ പറയുന്നത് ഇത് ഇന്നലത്തെ കാര്യമാണ്. അതായത് ഈ ലക്ഷ്മി നാരായണന്മാര് ഇവിടെ രാജ്യം ഭരിച്ചിരുന്നു. മനുഷ്യരാണെങ്കിലോ ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യമാണ് പറയുന്നത്. മായാനെ മനുഷ്യോം കോ ബിൽക്കുൽ ഹി പത്തർ ബുദ്ധി ബനാ ദിയാ ഹെ. മായയാണെങ്കിലോ മനുഷ്യനെ അത്രയും തികച്ചും കല്ല് ബുദ്ധിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കണക്കാണ് പറയുന്നത്. അബി തും പത്തർ ബുദ്ധി സെ പാരസ് ബുദ്ധി ബൻതേ ഹോ.
അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുട്ടികള് കല്ല് ബുദ്ധിയിൽ നിന്നും എന്തായി മാറുന്നു? പവിഴ ബുദ്ധിയായിട്ട് മാറുകയാണ്. പാരസ്നാഥ് കാ മന്ദിർ ബി ഹേ, അതായത് ബാബ പറയുന്നത് പവിഴനാഥന്റെ ക്ഷേത്രവുമുണ്ട് എന്ന് ബാബ പറയാം. അപ്പൊ പവിഴനാഥൻ എന്ന് പറയുന്നത് ബാബയെയാണ്. കാരണം ബാബയാണ് നമ്മൾ കുട്ടികളെ കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നത്. അപ്പൊ നമുക്കറിയാം ബാബയുടെ ഓരോ പേരുകളും ഇത് ബാബ ചെയ്ത കർത്തവ്യത്തിനോടനുസരിച്ചാണ്. ബാബ എന്ത് കർത്തവ്യമാണോ ഇവിടെ ഭൂമിയിൽ വന്ന് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ബാബയുടെ ഓരോ പേരുകളും കൊടുത്തിരിക്കുന്നത്. ക്ഷേത്രങ്ങളും അതുപോലെയാണ്. പരന്തു വഹ് കോൻ ഹേ യഹ് കോയി നഹി ജാൻത. ബാബ പറയുന്നത് പക്ഷേ പവിഴനാഥന്റെ ക്ഷേത്രമൊക്കെയുണ്ട്, പക്ഷെ അതാരാണ് അതാർക്കും അറിയില്ല എന്ന് പറയാ ബാബ. മനുഷ്യ ബിൽകുൽ ഹി ഗോർ അന്ധിയാരെ മേഹെ. ബാബ പറയുന്നത് മനുഷ്യരാണെങ്കിലോ പൂർണ്ണമായിട്ടും അജ്ഞാന അന്ധകാരം, ഘോര അന്ധകാരത്തിലാണെന്ന് ബാബ പറയാ. അബ് ബാപ്പ് കിത്തിനി അച്ചി അച്ചി ബാത്തേം സമജാത്താ ഹേ. ബാബ പറയുന്നത് ഇപ്പോ ബാബ നിങ്ങൾ കുട്ടികൾക്ക് എത്ര നല്ല നല്ല കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. ഫിർ ഹർ ഏക് കി ബുദ്ധി പർ ഹേ. ഇപ്പൊ ബാബ പറയുന്നത് പക്ഷെ ബുദ്ധിയിലിരിക്കുന്നില്ല എന്ന് ബാബ പറയാ. പഠാനെ വാലാ തോ ഏക് ഹി ഹേ, പഠ്നെ വാലെ ഡേർ ഹോത്തെ ജായേങ്കെ. അതായത് പഠിപ്പിക്കുന്ന ആള് ഒന്നേയുള്ളൂ, പക്ഷെ പഠിക്കുന്നവര് ധാരാളമുണ്ടെന്ന് പറയാ ബാബ. ഗലി ഗലി മേ തുമാര സ്കൂൾ ഹോ ജായേങ്കെ. അതായത് ഓരോ തെരുവുകളിലും നിങ്ങളുടെ സ്കൂള് ഉണ്ടായിരിക്കുന്ന ബാബ പറയാ. ഗേറ്റ് വേ ടു ഹെവൻ, അതായത് സ്വർഗത്തിലേക്കുള്ള കവാടം എന്ന് പറഞ്ഞിട്ട്. മനുഷ്യ ഏക് ബി നഹി ജോ സമജേ കി ഹം ഹേൽ മേ ഹേ. അതായത് ബാബ പറയുന്നത് ഒരു മനുഷ്യൻ പോലും ഇത് മനസ്സിലാക്കുന്നില്ല, അതായത് ഞങ്ങളിപ്പോൾ നരകത്തിലാണ്. ആ ഒരു കാര്യം ഒരു മനുഷ്യൻ പോലും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. ബാപ്പ് സംജാത്ത ഹേ സബ് പൂജാരി ഹേ. ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ് എല്ലാവരും പൂജാരിമാരാണ്. പൂജ്യ ഹോത്തേ ഹി ഹേ സത്യയുഗമേ. സത്യയുഗത്തിലാണ് എല്ലാവരും പൂജ്യരായിട്ടുള്ളത്. ഇപ്പൊ എല്ലാവരും പൂജാരിമാരാണെന്ന് ബാബ പറയാം. പൂജാരി ഹോത്തേ ഹേ കലിയുഗമേ. അല്ലെ, പൂജാരികള് കലിയുഗത്തിലാണ്, പൂജ്യരോ അവര് സത്യയുഗത്തിലാണെന്ന് പറയാ ബാബ. മനുഷ്യ ഫിർ സമജത്തെ ഭഗവാൻ ഹി പൂജ്യ ഭഗവാൻ ഹി പൂജാരി ബൻതേ ഹേ. മനുഷ്യരെന്താ മനസ്സിലാക്കുന്നത്? ഭഗവാൻ തന്നെയാണ് പൂജ്യനും ഭഗവാൻ തന്നെയാണ് പൂജാരിയുമായിട്ട് മാറുന്നതെന്ന് മനുഷ്യര് മനസ്സിലാക്കുന്നു. ആപ് ഹി ഭഗവാൻ ഹോ ആപ് ഹി യഹ് സബ് ഖേൽ കർത്തേ ഹോ. ഇത് താങ്കൾ തന്നെയാണ് ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് ഈ കളികളെല്ലാം നടത്തുന്നതെന്ന്. തും ബി ഭഗവാൻ ഹം ബി ഭഗവാൻ. അതായത് നിങ്ങളും ഭഗവാനാണ് ഞങ്ങളും ഭഗവാനാണ്. അങ്ങനെയൊക്കെയാണ് മനുഷ്യര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ബാബ പറയുന്നത് യഹ് ഹേഹി രാവൺ രാജ്യത്ത്, രാവണ രാജ്യമല്ലേ, അതുകൊണ്ടെല്ലാം തലതിരിഞ്ഞ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. തും ക്യാ ദേ അബ് ക്യാ ബൻതേ ഹോ. ബാബ പറയുന്നത് നിങ്ങൾ എന്തായിരുന്നു, ഇപ്പൊ നിങ്ങൾ എന്തായി മാറിയിരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ബാബയെ കിട്ടുന്നതിന് മുൻപ് നമ്മൾ എന്തായിരുന്നു, നമ്മുടെ അവസ്ഥ എന്തായിരുന്നു, നമ്മുടെ ചിന്തകള് നമ്മുടെ വാക്കുകൾ ഇതൊക്കെ എന്തായിരുന്നു, ഇപ്പൊ നമ്മൾ എന്തായി മാറിയിരിക്കുന്നു. ബച്ചോം കോ ബഡാ നശാ രഹനാ ചാഹിയെ. ഇപ്പൊ ഈ ഒരു കാര്യത്തില് കുട്ടികൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണം എന്ന് പറയാ. ഇത് നമ്മൾ സ്വയം നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു, ഇപ്പൊ നമ്മൾ എന്തായി മാറി. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. ബാപ്പ് സിർഫ് കഹത്തെ ഹേ മുझे യാദ് കരോ തോ തും പുണ്യ ആത്മാ ബൻ ജായേങ്കെ. ബാബ കേവലം ഇത് മാത്രമാണ് പറയുന്നത്, അതായത് എന്നെ ഓർമ്മിക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുണ്യ ആത്മാവായിട്ട് മാറും. ബാബ അത് മാത്രമേ പറയുന്നുള്ളൂ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിലേ നമ്മുടെ വികർമ്മം വിനാശമാകൂ. അപ്പൊ നമ്മൾ എന്തായി മാറും? പുണ്യ ആത്മാവായിട്ട് മാറും. ബാപ്പ് ബച്ചോം കോ പുണ്യ ആത്മാ ബൻനെ കി യുക്തി ബത്താത്തെ ഹേ. ബച്ചേ ഇസ് പുരാനി ദുനിയാ കാ അഭി അന്ധ് ഹേ. അപ്പൊ ബാബയാണെങ്കിലോ കുട്ടികൾക്ക് പുണ്യ ആത്മാവായിട്ട് മാറുന്നതിനുള്ള യുക്തികളെല്ലാം പറഞ്ഞു കൊടുക്കാണ്. ബാബ പറയാണ്, കുട്ടികളെ ഈ പഴയ ലോകത്തിന്റെ അന്തിമമാണ് ഇപ്പോൾ. മേ അഭി ഡയറക്റ്റ് ആയാ ഹുവാ ഹേ വ്യഹ് ഹേ പിച്ചാടി കാ ദാൻ എക് ദം സറണ്ടർ ഹോ ജാവോ. ബാബ പറയുന്നത്
ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഇത് അവസാനമാണ്, ഇതിൻ്റെ അവസാനം തരുന്ന ഒരു ദാനമാണിത്. ഇതിൽ നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ആകൂ എന്ന് ബാബ പറയാം. ബാബ യഹ് സബ് ആപ്കാ ഹേ, ബാപ്പ് തോ ദേനെ കെ ലിയേ ഹി കരാത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത്, കുട്ടികൾ പറയും എന്താണ്, ഇതെല്ലാം അങ്ങയുടേതാണ് ബാബ, ഇതെല്ലാം അങ്ങയുടേതാണെന്ന് പറയും. ബാബ എന്താണ് ചെയ്യുന്നത്, ബാബയ്ക്ക് ഇങ്ങോട്ട് നൽകണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് ബാബയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് നൽകണം, ആ നൽകാൻ വേണ്ടിയിട്ടാണ് ബാബ ഓരോ കാര്യവും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇൻകാ കുച്ച് ഭവിഷ്യ ബൻജായേ, അതായത് ഇവരുടെ ഭാവി ഉണ്ടാക്കണമല്ലോ ബാബയ്ക്ക്. മനുഷ്യ ഈശ്വർ അർത്ഥ ദാൻ പുണ്യ കർത്തേ ഹേ വഹ് ഹേ ഇൻഡയറക്റ്റ്. അതായത് ഭക്തി മാർഗത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യര് ഈശ്വരാർത്ഥം ദാനപുണ്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് അതെന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഇവിടെ ബാബ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഉൻകാ ഫൽ ദൂസരെ ജന്മമേ മിൽത്താ ഹേ. അതായത് ഇപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ദാനപുണ്യം ചെയ്താലും അതിന്റെ ഫലം ലഭിക്കും അല്ലെ, നെക്സ്റ്റ് ജന്മത്തില് തീർച്ചയായിട്ടും അതിന്റെ ഫലം ലഭിക്കുമെന്ന് ബാബ പറയാ. യഹ് ബി ഡ്രാമേ നൂന്ത് ഹേ, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് എന്തെല്ലാം ദാനപുണ്യങ്ങൾ ചെയ്യുന്നുവോ അതിന്റെ റിട്ടേൺ തീർച്ചയായിട്ടും ലഭിക്കും, അത് നെക്സ്റ്റ് ജന്മത്തിലായിരിക്കും ലഭിക്കുക. അപ്പൊ ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ബാബ പറയാം. അബീതോ മേഹും ഡയറക്റ്റ്, ഇപ്പൊ ഞാനാണെങ്കിലോ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. അബി തും ജോ കരേങ്കെ ഉൻകാ റിട്ടേൺ പദം ഗുണ മിലേഗ. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിന്റെ റിട്ടേൺ നിങ്ങൾക്ക് കോടി മടങ്ങ് ലഭിക്കുമെന്ന് പറയാം ബാബ. കാരണം ഡയറക്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിന്റെ റിട്ടേൺ നമുക്ക് കോടി മടങ്ങ് ലഭിക്കുമെന്ന് ബാബ പറയാം. സത്യുഗ് മേൻ തോ ദാൻ പുണ്യ ആദി കി ബാത്ത് നഹി ഹോത്തി. സത്യയുഗം അതായത് സ്വർഗത്തില് ഈ ദാനപുണ്യം അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറയാ ബാബ. യഹാം കോയി കെ പാസ് പൈസേ ഹേ തോ ബാബ കഹേങ്കെ അച്ഛാ തും ജാക്കർ സെന്റർ കോലോ. ബാബ പറയുന്നത്, ഇവിടെ ആരുടെയെങ്കിലും കൈവശം കുറച്ച് പൈസയൊക്കെ അധികമുണ്ടെങ്കിൽ ബാബ എന്താ പറയാ, ശരി നിങ്ങൾ പോയി സെന്റർ തുറക്കൂ, പ്രദർശിനി ബനാവോ, പ്രദർശനികളും നടത്തൂ, ഇതെല്ലാം ബാബ പറയും. ഗരീബ് ഹേ തോ കഹേങ്കെ അച്ഛാ അപ്പനെ ഗർമേം ഹി സിർഫ് ബോർഡ് ലഗാ ദോ ഗേറ്റ് വേ ടു ഹെവൻ. ബാബ പറയുന്നത്, ഇനി അഥവാ ദരിദ്രരാണെന്നിരിക്കട്ടെ, കാരണം അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ലെങ്കിൽ ബാബ പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടില് കേവലം ഒരു ബോർഡ് വെക്കൂ, അതായത് ഗേറ്റ് വേ ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞ് നിങ്ങളൊരു ബോർഡ് വെക്കൂ. അല്ലാതെ അവർക്ക് ഇപ്പോൾ ഒരു പാവപ്പെട്ടവർക്കാണെങ്കിൽ ഒരു സെന്റർ തുറക്കാനോ പ്രദർശനം നടത്താനോ ഒന്നും സാധിക്കില്ലല്ലോ. അപ്പൊ പൈസയുള്ളവരോട് ബാബ പറയും, നിങ്ങളൊരു സെന്റർ തുറക്കൂ, പ്രദർശനികൾ നടത്തൂ, അപ്പൊ അനേകരുടെ മംഗളം അവിടെ വരും. പക്ഷെ പാവപ്പെട്ടവരാണെങ്കിൽ ബാബ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കേവലം ഒരു ബോർഡ് വെക്കൂ, ഗേറ്റ് വേ ടു ഹെവൻ എന്ന് പറഞ്ഞിട്ട്. സ്വർഗ് ഓർ നരക് ഹേ ന, അതായത് സ്വർഗവും നരകവും ഉണ്ടല്ലോ. അബി ഹം നരകവാസി ഹേ യഹ് ബി കോയി സമജ്തേ നഹി ഹേ. അപ്പൊ ബാബ പറയുന്നത്, ഇപ്പൊ നമ്മള് നരകവാസികളാണ് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. അഗർ സ്വർഗ് പധാരേ തോ ഫിർ ഉൻകോ നരകമേം ക്യൂം ബുലാത്തേ ഹോ. അപ്പൊ ബാബ പറയുന്നത്, ഇപ്പൊ ആരെങ്കിലും സ്വർഗവാസിയായെന്നിരിക്കട്ടെ, പിന്നെ വീണ്ടും അവരെ എന്തിനാണ് നരകത്തിലേക്ക് വിളിപ്പിക്കുന്നത് എന്ന് ബാബ ചോദിക്കാം. സ്വർഗമേം തോടേ ഹി കോയി കഹേങ്ക സ്വർഗ് പധാരെ, അതായത് സ്വർഗത്തിൽ ആരും പറയില്ല ഞങ്ങൾ സ്വർഗത്തിലാണെന്ന്. വഹുത്തോഹേ ഹി സ്വർഗമേം, അതായത് സ്വർഗത്തിലായിരിക്കും അവര്, പക്ഷെ സ്വർഗത്തിലാണെന്ന് പറയില്ല. പുനർജന്മ സ്വർഗമേം ഹി മിൽത്താഹെ, അവർക്ക് സ്വർഗത്തിൽ തന്നെയാണ് പുനർജന്മവും ലഭിക്കുക. അതായത് സ്വർഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ അവിടെ ശരീരം വിട്ടാലും സ്വർഗത്തിൽ തന്നെയാണല്ലോ വീണ്ടും നമ്മൾ ജനിക്കുക. അതാണ് ബാബ പറയുന്നത്, പുനർജന്മവും സ്വർഗത്തിൽ തന്നെയാണ് ലഭിക്കുക. പക്ഷെ അവരൊരിക്കലും പറയില്ല ഞങ്ങൾ സ്വർഗത്തിലാണ്, സ്വർഗവാസിയാണെന്ന് പറയില്ല. യഹാം പുനർജന്മ നരകമേം ഹി മിൽത്താഹെ. ഇവിടെയാണെങ്കിലോ ഇവിടെ ഓൾറെഡി നരകമാണ്, അപ്പൊ ഇവിടെ പുനർജന്മം എടുക്കുന്നതും എവിടെയായിരിക്കും, നരകത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറയാ ബാബ. യഹ് ബാത്തേം ബി തും സമജാ സക്തേ ഹോ. ബാബ പറയുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുമെന്ന്
ബാബ പറയാ. ഭഗവാനുവാച മാമേകം യാദ് കരോ ക്യൂംകി വഹി പതീത് പാവൻ ഹേ മുझे യാദ് കരോ തോ തും പൂജാരി സെ പൂജ്യ ബൻ ജായേങ്കെ. അപ്പൊ ബാബ പറയാണ് ഭഗവാനുവാചയാണ് മാമേകം യാദ് കരോ, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്തുകൊണ്ടാണ്? ഇത് അതേ പതീത പാവനനാണ്. ആ പതീത പാവനനെ ഓർമ്മിക്കുന്നതിലൂടെയാണ് നിങ്ങൾ പൂജാരിയിൽ നിന്നും പൂജ്യനായിട്ട് മാറുന്നത്. അതുകൊണ്ട് എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് ഭഗവാനുവാചയാണ്, ഭഗവാന്റെ വാക്കുകളാണ്. ബൽ സ്വർഗമേം സുഖി തോ സബി ഹോങ്കെ പരന്തു നമ്പർവാർ മർത്തബ ഹോത്തെ ഹേ. ബാബ പറയുന്നത് സ്വർഗത്തില് എല്ലാവരും സുഖികളായിരിക്കും, അല്ലെ? എല്ലാവർക്കും സുഖം തന്നെയായിരിക്കും സ്വർഗത്തില്. പക്ഷെ ബാബ എന്താ പറയുന്നത്? പദവി വ്യത്യസ്തമായിരിക്കും. അത് പറയുന്നത് സ്വർഗമാണ്, അവിടെ എല്ലാവർക്കും സുഖമായിരിക്കും, പക്ഷെ പദവി വ്യത്യാസമായിരിക്കും. അതായത് രാജാവ്, റാണി, പ്രജ, ദാസ, ദാസി എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ പദവിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്ന് ബാബ പറയാ. ബഹുത്ത് ബഡി മൻസിൽ ഹേ. ബാബ പറയുന്നത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. കുമാരിയോം കോ തോ ബഹുത്ത് സർവീസ് കാ ജോഷ് ആനാ ചാഹിയേ. ബാബ പറയുന്നത് കുമാരിമാർക്കും നല്ല രീതിയിലുള്ള ലഹരി ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാ. ഹം ഭാരത് കോ സ്വർഗ് ബനാക്കർ ദിക്കായേങ്കെ. അതായത് ഞങ്ങൾ ഭാരതത്തെ സ്വർഗമാക്കി മാറ്റി കാണിക്കും. ആ ഒരു ലഹരി കുമാരിമാർക്കും ഉണ്ടാകണമെന്ന് ബാബ പറയാ. കുമാരി വഹ് ജോ 21 കുൽ കാ ഉദ്ധാർ കരേ അർത്ഥാത് 21 ജന്മ ലിയേ ഉദ്ധാർ കർ സക്തി ഹേ. അതായത് ബാബ പറയുന്നത് കുമാരിമാരെ പറ്റി എന്താ പറയാ? 21 കുലത്തെ ഉദ്ധരിക്കേണ്ടവളാണ് എന്ന് പറയും. അതായത് 21 ജന്മത്തെ അവരെ ഉദ്ധരിക്കാൻ അവർക്ക് കഴിയും. അതാണ് കുമാരിമാരെ കുറിച്ച് ബാബ പറയുന്നത്. अच्छा मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. ഈ ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ഇസ് പുരാനി ദുനിയാ കാ അന്ത് ഹേ, ബാപ്പ് ഡയറക്റ്റ് ആയാ ഹേ तो एकदम सरेंडर हो जाना है. बाबा यह सब आपका है. इस युक्ति से पुण्य आत्मा बन जाएंगे. ബാബ എന്താ പറയുന്നത്? ഇത് പഴയ ലോകമാണ്, ഈ പഴയ ലോകത്തിന്റെ അന്ത്യമാണിപ്പോൾ. അപ്പൊ ബാബ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പൂർണ്ണമായും ബാബയ്ക്ക് സറണ്ടർ ആകൂ, സമർപ്പണമാകൂ. ബാബ ഇതെല്ലാം അങ്ങയുടേതാണ്. ഈ യുക്തിയിലൂടെ നിങ്ങൾക്ക് പുണ്യാത്മാവായിട്ട് മാറാൻ കഴിയുമെന്ന് ബാബ പറയാം. ഇനി സെക്കൻഡ് പോയിന്റ് ബാബ പറയാണ്, മുരളി കബീബി മിസ് നഹി കർണാ ഹേ. നിങ്ങൾ മുരളി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. മുരളി മേം ലാ പർവാഹ് നഹി രഹനാ ഹേ. അതായത് മുരളിയുടെ മുകളിൽ നിങ്ങൾക്ക് ചിന്തയില്ലാതെ, അത് അശ്രദ്ധ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. എസെ നഹി ഹംനെ നഹി പഠി തോ ക്യാ ഹുവ. അതായത് ചില കുട്ടികൾ ചിന്തിക്കുമല്ലോ, ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്താകാനാണ്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ബാബ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഹം തോ പാർ ഹോ ഗയേ ഹോ. അതായത് ഞങ്ങൾ അക്കരെ കടന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ, അങ്ങനെയൊക്കെ കുട്ടികൾ ചിന്തിക്കും. ബാബ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത്. യഹ് ദേഹ് അഭിമാൻ ഹേ. ഇത് ദേഹാഭിമാനമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് ദേഹാഭിമാനമാണെന്ന് ബാബ പറയാ. മുരളി ജരൂർ പഠനീ ഹേ. മുരളി നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണമെന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം തരാണ്. സ്വയം കോ മോൾഡ് കർ റിയൽ ഗോൾഡ് ബൻ ഹർ കാര്യമേം സഫൽ ഹോനെ വാലെ സോ പരിവർത്തക് ഭവ. അതായത് സ്വയത്തെ നിങ്ങൾ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡായിട്ട് മാറി ഓരോ കാര്യത്തെയും സഫലമാക്കുന്ന സ്വപരിവർത്തകരായിട്ട് ഭവിക്കട്ടെ. അതായത് നമ്മൾ സ്വയത്തിൽ നമ്മൾ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെ? സ്വയത്തെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ബാബ പറയുന്നത്. ബാബ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാണ്. ജോ ഹർ പരിസ്ഥിതി മേം
സ്വയം കോ പരിവർത്തൻ കർ സോ പരിവർത്തക് ബൻതേ ഹേ വഹ് സദാ സഫൽ ഹോത്തേ ഹേ. ബാബ പറയുന്നത് ആരാണോ ഏതൊരു പരിസ്ഥിതി വന്നാലും ആ പരിസ്ഥിതിയിൽ സ്വയത്തെ പരിവർത്തനം ചെയ്ത് സ്വപരിവർത്തകരായി മാറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സദാ സഫലത ഉണ്ടായിരിക്കുന്നു ബാബ പറയാം. ഇസ്ലിയെ സ്വയം കോ ബദലേനെ കാ ലക്ഷ്യ രഖോ. അതുകൊണ്ട് ബാബ എന്താ പറയുന്നത്, സ്വയത്തെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം വെക്കൂ. ദൂസര ബദലേ തോ മേ ബദലോ നെഹി. അതായത് മറ്റുള്ളവർ മാറിയാൽ ഞാൻ മാറാം, അങ്ങനെയല്ല. ബാബ പറയുന്നത് ദൂസര ബദലേ യാ നാ ബദലേ മുജേ ബദൽനാ ഹേ. അതായത് മറ്റുള്ളവർ മാറാതിരിക്കോ, പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും മാറണം. അങ്ങനെയായിരിക്കണം ലക്ഷ്യം വേണ്ടത്. അതായത് മറ്റുള്ളവരെ മാറാതിരിക്കോ അതല്ല നോക്കേണ്ടത്, എനിക്ക് തീർച്ചയായിട്ടും മാറുക തന്നെ വേണം. ഈ ഒരു ലക്ഷ്യം വെക്കാനാണ് ബാബ പറയുന്നത്. ഹേ അർജുൻ മുജേ ബന്നാ ഹേ. അർജുനനായിട്ട് മാറേണ്ടത് എനിക്ക് തന്നെയാണ്. സദാ പരിവർത്തൻ കർണേ മേം പഹലേ മേം. അതായത് പരിവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം ഞാൻ, അങ്ങനെ ആയിരിക്കണം. ജോ ഇസ്മേ പഹലെ മേ കർത്ത വഹി പഹല നമ്പർ ഹോ ജാത്ത. ബാബ പറയുന്നത് ആരാണോ പരിവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ ആദ്യം ഞാൻ എന്ന ചിന്ത വരുന്നത് അവരാണ് നമ്പർ 1 വരിക എന്ന് ബാബ പറയാ. ക്യോംകി സ്വയം കോ മോൾഡ് കർണേ വാലാ ഹി റിയൽ ഗോൾഡ് ഹേ. ബാബ പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ബാബ അങ്ങനെ പറയുന്നത്, അതായത് സ്വയത്തെ ആരാണോ മോൾഡ് ചെയ്യുന്നത് അവർ തന്നെയാണ് റിയൽ ഗോൾഡ് എന്ന് പറയാ ബാബ. അപ്പോൾ അവർ നമ്പർ 1 വരും. റിയൽ ഗോൾഡ് കി ഹി വാല്യൂ ഹേ. അതായത് സത്യമായ സ്വർണത്തിനാണല്ലോ വാല്യൂ ഉള്ളത്. അപ്പോൾ ഇവിടെ ആരാണോ സ്വയം മോൾഡാകുന്നത് അവരാണ് റിയൽ ഗോൾഡ്. ആ റിയൽ ഗോൾഡ് അതായത് സത്യമായ സ്വർണത്തിന് തന്നെയാണ് വിലയുള്ളതെന്ന് ബാബ പറയാ. ഇനി ബാബ സ്ലോഗൻ പറയാണ്, अपने श्रेष्ठ जीवन के प्रत्यक्ष प्रमाण द्वारा बाप को प्रत्यक्ष करो. അതായത് തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തിൻ്റെ പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ബാബയെ പ്രത്യക്ഷപ്പെടുത്തൂ. അല്ലേ? അതായത് നമ്മൾ സ്വയം പരിവർത്തനം ചെയ്ത് കാണിക്കുമ്പോൾ നമ്മളുടെ ആ ജീവിതം കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, അതിലൂടെ നമുക്ക് ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും അല്ലേ. അതായത് ഇവരിൽ ഇത്രയും മാറ്റം വന്നിട്ടുണ്ട്, അതെങ്ങനെയാണ്? അപ്പോൾ അതിലൂടെ ആരാണ് പ്രത്യക്ഷമാകുന്നത്? ബാബയാണ് അതിലൂടെ പ്രത്യക്ഷമാകുന്നത്. അതാണ് ബാബ പറയുന്നത്, തൻ്റെ ശ്രേഷ്ഠ ജീവിതത്തെ കാണിക്കൂ മറ്റുള്ളവർക്ക്, അതിൻ്റെ പ്രത്യക്ഷത കാണിക്കൂ. അപ്പോൾ എന്തുണ്ടാകും? അതിലൂടെ ബാബയെ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കും. ഇനി ബാബ അവ്യക്ത സൂചന തരാണ്. बाप समान बनना है व बाप के समीप जाना है तो अपवित्रता अर्थात काम महाशत्रु സ്വപ്ന में भी वार ना करे. ബാബ പറയുന്നത് ബാബയ്ക്ക് സമാനമായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ, ഇല്ലെങ്കിൽ ബാബയുടെ സമീപത്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ അപവിത്രത എന്ന് പറയുന്നത്, അതായത് കാമം മഹാശത്രു, സ്വപ്നത്തിൽ പോലും നിങ്ങളെ യുദ്ധം ചെയ്യരുത്. സദാ ബായി की സ്മൃതി സഹജ് ഓർ സ്വതഹേ സ്വരൂപമേ ഹോ. അതായത് സദാ നിങ്ങൾക്ക് ഏത് സ്മൃതി ഉണ്ടായിരിക്കണം? സഹോദര സ്മൃതി സഹജമായിട്ടും സ്വതവേയും ഉണ്ടായിരിക്കണം. ആത്മാക്കോ അസലി ഗുൺ സ്വരൂപ് ഓർ ശക്തി സ്വരൂപ് സ്ഥിതി സെ നീച്ചെ നെഹി ആവോ. ബാബ പറയുന്നത് ആത്മാവ് അതിൻ്റെ യഥാർത്ഥ ഗുണസ്വരൂപം ശക്തി സ്വരൂപത്തിൻ്റെ സ്ഥിതിയിൽ നിന്നും ഒരിക്കലും താഴെ വരരുത് അല്ലെ. നമുക്കറിയാം ആത്മാവിൻ്റെ നിജഗുണങ്ങൾ, അതുപോലെ ആത്മാവിൻ്റെ ശക്തികൾ അല്ലെ. ആത്മാവിലുള്ള ഗുണങ്ങളൊക്കെ നമുക്കറിയാം. സദോ ഗുണിയാണ് ആത്മാവ്, അതുപോലെ അഷ്ടശക്തികളുണ്ട് ആത്മാവിൽ. ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ, അതിൽ നിന്നും താഴെ വരരുതെന്ന് ബാബ പറയാം. അതിൻ്റെ ആ ഒറിജിനൽ സ്റ്റേറ്റിൽ നമ്മൾ നിൽക്കണം, ആത്മാവിൻ്റെ താഴെ ഒരിക്കലും വരരുത്. അതുപോലെ സദാ നമുക്ക് എന്ത് സ്മൃതി ഉണ്ടായിരിക്കണം? സഹോദര. കാരണം നമ്മളെല്ലാവരും ആത്മാക്കളാണ്, പരസ്പരം സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. ഈ ഒരു സ്മൃതി നമുക്ക് സദാ ഉണ്ടായിരിക്കണം. അതുപോലെ ആത്മാവിൻ്റെ ഒറിജിനൽ ഗുണങ്ങളും ശക്തികളുടെയും ആ സ്ഥിതിയും നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയാം ബാബ.
അതുപോലെ നമുക്കെന്താ ബാബയ്ക്ക് സമാനമായിട്ട് മാറണമെങ്കിൽ, ബാബയുടെ സമീപത്ത് നമുക്ക് എത്തണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടായിരിക്കരുത്? അപവിത്രത. കാമം മഹാശത്രു. അത് നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മളെ യുദ്ധം ചെയ്യരുതെന്നാണ് ബാബ പറയുന്നത്. ഓം ശാന്തി. അപ്പം നമുക്കൊരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കാം. ഓം ശാന്തി.